രാഹുൽ ഗാന്ധി വയനാട്ടിലെ ലോക്സഭാംഗത്വം രാജിവെക്കുമെന്ന സൂചനകൾ പുറത്തു വന്നതോടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരെന്ന ചർച്ചകൾക്കും തുടക്കം. പല കാരണങ്ങളാൽ രാഹുൽ റായ്ബറേലി നിലനിർത്തുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഇതോടെ വയനാട്ടിൽ 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പിനും കളമൊരുങ്ങും. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വന്നിട്ടേ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതെങ്കിലും പകരക്കാരൻ ആരെന്ന ചർച്ച നേതൃതലത്തിൽ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെയും കെ മുരളീധരന്റെയും പേരുകൾ ഉയരുന്നുവെങ്കിലും രാഷ്ട്രീയ സാമുദായിക ഘടകങ്ങൾ കൂടി പരിശോധിച്ചാവണം സ്ഥാനാർത്ഥി എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. 48% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ആ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവും ശക്തമാണ്. മറ്റുള്ളവരെ പരിഗണിക്കുന്നത് സാമൂഹിക അനീതിയായി മാറുമെന്ന നിരീക്ഷണവുമുണ്ട്. 2009-ലും 2014-ലും MI ഷാനവാസ് ആയിരുന്നു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത്. 2019-ൽ ടി സിദ്ദീഖിനെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വഴിമാറി. ഇത്തവണ 24 മുസ്ലിം MP-മാരാണ് ലോക്സഭയിൽ ഉള്ളത്. 543 അംഗ സഭയിൽ പ്രാതിനിധ്യം 4.4% മാത്രം. കോൺഗ്രസിൽ നിന്ന് 7 പേർ മാത്രം. കേരളത്തിൽ 16 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് വടകരയിൽ മാത്രമാണ് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ഇത് ഏറെ ചർച്ചയായിരുന്നു. വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നില്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളയാളെ പരിഗണിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇത് കണക്കിലെടുത്ത് കോൺഗ്രസ് നേതൃത്വവും സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിരുന്നു. എന്നാൽ രാഹുൽ വീണ്ടും എത്തിയതോടെ ഈ ചർച്ചകൾ അവസാനിപ്പിച്ചു. 14 കോൺഗ്രസ് MP-മാരുടെ സമുദായ പ്രാതിനിധ്യം പരിശോധിച്ചാൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നാണ് ഏറ്റവും കുറവ്. ഷാഫി പറമ്പിൽ മാത്രം നായർ വിഭാഗത്തിൽ നിന്ന് 5 പേരും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 4 പേരും ഈഴവർ 2 പേരും പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഒരാളും. വയനാട്ടിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളയാളെ നിർത്തി ഈ കുറവ് പരിഹരിക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായി ഉയർന്നിട്ടുണ്ട്. മലബാറിൽ 6 സീറ്റിലാണ് കോൺഗ്രസ് ജയിച്ചത്. ഈ മണ്ഡലങ്ങളിൽ 6 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. 2 പേരാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളത്. മുൻ തെരഞ്ഞെടുപ്പുകളിലെ സോഷ്യൽ എഞ്ചിനീയറിംഗിലെ പിഴവാണ് കോൺഗ്രസ് MLA-മാരുടെ എണ്ണം കുറയാൻ കാരണമെന്നത് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടതാണ്. കോൺഗ്രസ് ജയിച്ച 6-ൽ 5 1 ലക്ഷത്തിന് മീതിയാണ് ഭൂരിപക്ഷം. ന്യൂനപക്ഷ വോട്ടുകളാണ് ഈ വിജയത്തിൻ്റെ പ്രധാന ഘടകം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കണക്കിലെടുത്തില്ലെങ്കിൽ വോട്ടിൽ ചോർച്ചയുണ്ടാകും. വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ഉയരുന്ന ഘട്ടത്തിൽ ചില കേന്ദ്രങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെയും കെ മുരളീധരന്റെയും പേരുകൾ ചർച്ചയാക്കുന്നതിന് പിന്നിലെ ഗൂഢലക്ഷ്യം കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണമെന്ന അഭിപ്രായവും ശക്തമാണ്. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ.